ഹലോ ഗൈസ്, നമസ്കാരം. ബ്രഹ്മയുഗം കണ്ടിട്ട് ഇതാ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. പെട്ടെന്ന് വന്നിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ പെട്ടെന്ന് എത്തിയത്. സോ ഒട്ടും വൈകുന്നില്ല. എന്താ പറയാ, ബ്രഹ്മയുഗം എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് 2.5 മണിക്കൂർ ഇരുന്ന് കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അദ്ഭുത ഫീൽ, ഒരു ഇത് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഹാപ്പിനെസിന്റെ എന്താ പറയാ, വേറൊരു ലോകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നൊരു അവസ്ഥയാണ്. ഗംഭീരമായ മേക്കിംഗ്, അതിഗംഭീരമായ മേക്കിംഗ് എന്നുള്ള പറയുന്നത്. രാഹുൽ സദാശിവനെ ഫസ്റ്റ് തന്നെ നമിക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ തന്നതിൽ ആദ്യമായിട്ട് രാഹുൽ സദാശിവന് എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. അടുത്തത് നമ്മുടെ ഇതിന്റെ എഡിറ്റ്സ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ BGM എല്ലാം എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഇവിടെ അത് പറയാതെ പോകാൻ പറ്റില്ല. ബിക്കോസ് സിനിമാറ്റോഗ്രഫി ഷെഹനാദ് ജലാൽ ഗംഭീര സിനിമാറ്റോഗ്രഫി. അതായത് എല്ലാ ഫ്രെയിംസും നമ്മളെ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ പഴമയുടെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് ആ ഒരു സിനിമാറ്റോഗ്രഫിക്ക് വല്ലാത്തൊരു ഒരു ഒരു കയ്യൊപ്പ് പതിഞ്ഞൊരു സിനിമാറ്റോഗ്രാഫി തന്നെ. അതേപോലെ എഡിറ്റഡ് ബൈ ഷഫീഖ് മുഹമ്മദ് അലി, അതിന്റെ എഡിറ്റ്സും നല്ല ഗംഭീരമായിട്ടുണ്ട്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ക്രിസ്റ്റോക് സേവിയറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അമ്പോ എന്താ പറയാ, നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് ഒരു ലാഗും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഓരോ സീനും മമ്മൂക്കേക്കും വരുമ്പോഴും, അല്ലെങ്കിൽ ആ ത്രില്ലടിപ്പിക്കുന്ന സീൻ ആയിക്കോട്ടെ, ക്ലൈമാക്സ് ആയിക്കോട്ടെ, ഹൊറർ സീൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ആ ബി ജി എമ്മിന്റെ പ്രത്യേക ഒരു സാന്നിധ്യം കറക്റ്റ് ആയിട്ട് ആ ഫീല് നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഭയം ആയിക്കോട്ടെ, നമുക്ക് ത്രില്ലടിപ്പിക്കുന്നതായിക്കോട്ടെ, സസ്പെൻസ് ആയിക്കോട്ടെ, ഗംഭീരം, അതിഗംഭീരം. ഇനി നമ്മുടെ മമ്മൂക്കേനെ കുറിച്ചിട്ട് എന്താ പറയാ, മമ്മൂക്കേനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മഹാനടനം അതാണ്. ഇത് മലയാളത്തിന്റെ അഭിമാനമായ ഇന്ത്യയിലെ ഇത്തരം ഒരു മനുഷ്യനെ, ഇങ്ങനെ ഒരു നടനെ വേറെ എവിടെ കാണാൻ പറ്റൂല. അതിലൊരു തെളിവാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാല് മലയാള സിനിമയുടെ വേറൊരു ലെവലിലേക്ക് മലയാള സിനിമയെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇനി ബ്രഹ്മയുഗത്തെ കുറിച്ചായിരിക്കും സംസാരം. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സിനിമാ ലോകം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ബ്രഹ്മയുഗത്തിനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു അഡാർ ഹിറ്റ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന നിലയിലേക്ക് ഈ സിനിമ പോകുന്നുള്ള യാതൊരു തർക്കവുമില്ല. സോ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, മമ്മൂക്ക നമുക്ക് പേടിപ്പെടുത്തുന്നു. നമുക്ക് പേടിയാവുന്നു മമ്മൂക്കയുടെ മുഖം കാണുന്ന സമയത്ത്. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ കുട്ടിക്കാലം കൂടുതൽ അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു മമ്മൂക്കയുണ്ട്. നമ്മൾ പഴയ സിനിമ നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ പൊന്നളിയ, അത് മൂപ്പരുടെ ഓരോ നോട്ടവും ഓരോ ചിരിയും, അയ്യോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിയായിരുന്നു. എന്റെ മോനെ, ഇയാൾ എന്താണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, നമുക്ക് ആ ഇത്രയും ഈ ഒരു കഥ പറച്ചിലടക്കം തന്നെ ആ ഒരു ഇൻട്രോ സീനൊക്കെ ഗംഭീരമായിട്ട്, എന്താ പറയാ, ആ BGM എല്ലാം വന്നിട്ട് വേറൊന്നുമില്ല, ആ മേക്കിംഗ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് ഒരു മേക്കിംഗ് ആണ്. ആ എടുക്കുന്ന ഒരു രീതിയാണ് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുടുംബസമേതം നമുക്ക് എന്താ പറയാ, ഒരു ആഘോഷമാക്കിയിട്ട് കാണാൻ പറ്റും. എന്താ പറയാ, നമുക്ക് വേറൊരു ലോകത്തേക്ക് പോയിട്ട് വരാം, അത്രേ ഉള്ളൂ. നിങ്ങൾ വേറൊരു മാസോ ക്ലാസ്സോ, ഇതൊരു ക്ലാസിക് കൾട്ട് പടാണെന്ന് ഞാൻ പറയും. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇത് മലയാളത്തിന്റെ തുമ്പടാണ്. മലയാളത്തിൽ അല്ലെങ്കിൽ തുമ്പടിനേക്കാളും ഞാൻ ഒരു പടി മുകളിൽ തന്നെ പറയും. പക്ഷെ അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണെന്ന് പറയാം. ഹിന്ദി സിനിമയ്ക്ക് തുമ്പട് എന്താണോ സംഭവിച്ചത്, സംഭാവന ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ സിനിമാ ലോകം മുഴുവൻ തുമ്പടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീര മേക്കിംഗ് ആണ്, അസാധ്യമായ വിഷ്വൽസ് ആണ്, കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് മക്കളെ ഇതൊരു ഒരു പുറത്തേക്കുള്ള വിഷ്വൽസ് കുറവാണെങ്കിലും ആ ഒരു അല്ലെങ്കിൽ ആ വീട് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ മാത്രമാണെങ്കിലും കൂടി ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന രീതി, മേക്കിംഗ് അതിഗംഭീരമായ സിനിമ. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരതന്റെയും അതേപോലെ നമ്മുടെ അർജുൻ അശോകിന്റെ ഒക്കെ അസാധ്യമായ പെർഫോമൻസ്. ആസിഫ് അലിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു റിഗ്രറ്റ് ആയിരിക്കും ഇത്, ഒബ്വിയസ്ലി. ബിക്കോസ് ഈ ഒരു കഥാപാത്രം, അതിനുള്ളൊരു ഇമ്പോർട്ടൻസും അതൊരു പെർഫോമൻസിന്റെ സ്പേസും ഗംഭീരമായ അടിപൊളിയായിട്ട് അർജുൻ അശോക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സിദ്ധാർത്ഥ് ഭരതനും മൂപ്പര് ആ മൂപ്പര് സൗണ്ട് പ്രത്യേകതയുള്ള ഒരു സൗണ്ടാണ്. അത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇവരെ കൂടാതെ 2 കഥാപാത്രങ്ങളേ ഇല്ലൂ. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാൻ ഡിസിഷൻ എടുത്തതാണ് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഇത് കളറിൽ കാണേണ്ട ഒരു പടമല്ല. നമ്മൾക്ക് ഈ പടത്തിന്റെ ആ ഫീല്, അല്ലെങ്കിൽ ഈ പടത്തിന്റെ ത്രില്ലിംഗ് മൊമെന്റ്സ്, അല്ലെങ്കിൽ സസ്പെൻസ്, ഹൊറർ ഐറ്റംസ് ഒക്കെ കാണണമെങ്കിൽ ഇത് ആ സ്ക്രീനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കളർസ് ആയിട്ട് എനിക്ക്
പേഴ്സണലി എനിക്ക് ഒട്ടും അത് എന്താണ് സ്യൂട്ടായിട്ട് തോന്നുന്നില്ല. കളർ ഫിലിം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മേക്കിംഗ് ഇത്രത്തോളം വരട്ടില്ല എന്ന് ഞാൻ പറയും. 2.5 മണിക്കൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു കൂടി യാതൊരു ലാഗും. ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ചെറിയൊരു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥ പറച്ചിലായതുകൊണ്ട് ചെറിയ എവിടെയൊക്കെ ലാഗ് അടിക്കുമെന്ന് തോന്നി. പക്ഷെ നോ രക്ഷ. 2.5 മണിക്കൂർ നമ്മൾക്ക് ഓരോ സീൻസ് ഒക്കെ വരുമ്പോൾ ഇന്റർവെൽ സീൻ ആണെങ്കിലും ക്ലൈമാക്സ് ആണെന്ന സമയത്തും ഹൊറർ ഐറ്റംസ് വരുന്നത്. ഹൊറർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ യക്ഷികൾ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നു അങ്ങനെയൊന്നല്ല. പക്ഷെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം. ഓരോ സീൻസും BGM വിത്ത് BGM ക്യാമറ വർക്ക്, അയ്യോ ഭയങ്കര അട്ടാറ് സംഭവം, അട്ടാറ് സംഭവം. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ സമ്മാനിച്ചത് എന്താണ്, രാഹുൽ സദാശിവനോടും മമ്മൂക്കയോടും ഇവരുടെ ആ ക്രൂവിനോടും ബ്രഹ്മയുഗം ക്രൂവിനോട് ഇതാണ് പടം, ഇതാണ് ക്ലാസിക് കൾട്ട് പടം. നമ്മളൊരു മുത്തശ്ശിക്കഥയൊക്കെ, ഇതാണ് മുത്തശ്ശിക്കഥ, അല്ലാതെ നമ്മൾ നേരത്തെ കണ്ട മുത്തശ്ശിക്കഥ അല്ല ഇത്. ഇതാണ് മുത്തശ്ശിക്കഥ. നമ്മളെ മുത്തശ്ശിമാര് പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറെ കഥകളെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെയൊക്കെ അത്രക്കുള്ള നമുക്ക് ഓർമ്മ വരും ഈ സിനിമ കാണുന്ന സമയത്ത്. അയ്യോ അടാറ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. OTT നമുക്ക് ഇത് കാണാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് കുടുംബസമേതം പോയിട്ട് 2.5 മണിക്കൂർ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളെ പോറ്റിയുടെ അതിൽ പറയുന്ന ആ മനയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത്, ആ മനയിലേക്ക് ഒന്ന് പോയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവല് പടമാണെന്നുള്ളത്. ഗംഭീര 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 പടം. മമ്മുക്ക താങ്ക് യു, രാഹുൽ സദാശിവൻ താങ്ക് യു. ബ്രഹ്മയുഗം ഗംഭീര ഹിറ്റിലേക്ക്.